നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് ഡോക്ടേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഒരു 5-6 മിസ്റ്റേക്കുകൾ. ഇത് ഒട്ടുമിക്ക സമയങ്ങളിലും ഡോക്ടേഴ്സിനായിട്ട്, എസ്പെഷ്യലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനായിട്ട് സംസാരിക്കുമ്പോൾ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻകം കിട്ടുന്ന ആളുകളായിരിക്കാം. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു, കൺസൾട്ടേഷൻ പൈസ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ക്ലിനിക്കുകൾ നടത്തണമെങ്കിൽ റെഗുലർ ഇൻകം ഉള്ള ആളുകളായിരിക്കും ഇവർ. സാധാരണ പ്രൊഫഷണലി അനുഗ്രഹിച്ചിട്ടുള്ള, ഫിനാൻഷ്യലി അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം തന്നെ ചിലപ്പോൾ ഒത്തിരി എഫ് ഡീസിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ബാങ്കിൽ ഫിക്സഡ് ഇൻകമായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇതുപോലെ തന്നെ ലോക്കൽ ബാങ്കുകളിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സാധാരണ നാഷണലൈസ്ഡ് ബാങ്കോ സ്കെഡ്യൂൾഡ് ബാങ്ക്സോ പ്രൈവറ്റ് ബാങ്കോ അതിനപ്പുറം ലോക്കൽ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ചില ടൈമിൽ ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചിലപ്പോൾ ഇത്തിരി റോങ് ആയിട്ടുള്ള കാര്യങ്ങളും വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഡോക്ടേഴ്സിനല്ല പറയണത്, നമ്മുടെ നാട്ടിൽ തന്നെ ഇത് നടക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എഫ് ഡിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്. ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഏത് എഫ് ഡിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളതിന് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായിരിക്കും. അപ്പോൾ ഇതിൽ വേറെ എക്സെപ്ഷനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ബാങ്ക് എഫ് ഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6% മുകളിലൊക്കെ റിട്ടേൺ കിട്ടും. അപ്പോൾ അതൊരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അത് ബീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ എഫ് ഡിയിൽ നിക്ഷേപിക്കുന്നത് മിസ്റ്റേക്കാണ്. ഇനി അതല്ല, അധികം ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ബാങ്കുകളിലും അധികം RBIയുടെ റെഗുലേഷനിൽ വരാത്ത ബാങ്കുകളിലൊക്കെ നിക്ഷേപിക്കുന്ന സമയത്ത് അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ഒത്തിരി രണ്ടാമത്തെ മിസ്റ്റേക്കിൽ വരുന്ന കാര്യമാണ് ഒത്തിരി ഇൻഷുറൻസ് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിലൊക്കെ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും റിലേഷൻഷിപ്പ് മാനേജറൊക്കെ വിളിച്ച് പറയും, ഇത്ര പൈസ എഫ് ഡിയിൽ ഇരിക്കല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതിൽ നിന്ന് കുറച്ചും കൂടിയും അധികം റിട്ടേൺ കിട്ടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻഷുറൻസും കിട്ടും, അതേമാതിരി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും എന്ന് പറയുമ്പോൾ പലപ്പോഴും അധികം ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും സമയം ചിലവാക്കാൻ പറ്റാത്ത പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ പറയും, ഓക്കെ ചെയ്തോളൂ, എനിക്ക് ഇത്രയും നാളും പരിചയമുള്ള ആൾക്കാരല്ലേ, അവർ കറക്റ്റായിരിക്കും പറയണമെന്ന് വെച്ചിട്ടായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ ആ അഡ്വൈസ് ചെയ്യുന്ന ആൾക്ക് പോലും ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കും. അവർക്ക് ആ ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുള്ള, ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ടാർഗറ്റ് മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ്റ്റേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഒന്നാമത്തെ ഓവർ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ, ഒന്ന് അതിന് ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ചിലപ്പോൾ 5 വർഷത്തേക്കും 10 വർഷത്തേക്കും പൈസ ബ്ലോക്ക് ആവും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും എഫ് ഡിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ തന്നെ വരുള്ളൂ. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് പെട്ടെന്ന് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അടച്ച പൈസ പോലും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കിയും കണ്ടും അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം നോക്കേണ്ടത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് പലപ്പോഴും നടക്കുന്ന കാര്യം വെച്ചാൽ, ഒത്തിരി ലോണുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു മിഡ് ഏജിലൊക്കെ ഒരു 35-40 വീടിന് ലോൺ എടുത്തിട്ടുണ്ടാവും, നല്ലൊരു കാറുണ്ടാവും, കാറിന് ലോൺ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേറെ ഇനി ക്ലിനിക്കോ വല്ലതൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ലോൺ എടുത്തിട്ടുണ്ടാവും. ഇതിനെല്ലാത്തിനും ഉള്ള കോൺഫിഡൻസ് വെച്ചാൽ എല്ലാത്തിനും കൂടി ഇത്രയല്ലേ EMI വരുന്നുള്ളൂ, എനിക്ക് ഇത്ര അധികം ഇൻകം ഉണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് പലപ്പോഴും ഇതിലേക്ക് ചെന്ന് ഇത്ര കമ്മിറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക ക്ലിയറായിട്ട്, എനിക്ക് ഇത്ര അധികം ലോൺ എടുക്കണോ, എനിക്കൊന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ കടം ഒഴിവാക്കിയിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു ഹോം ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 10 വർഷവും അല്ലെങ്കിൽ 20 വർഷത്തേക്ക് കമ്മിറ്റ്മെൻറ്റാണ്. കാറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു 5 വർഷവും 6 വർഷമൊക്കെ ലോൺ കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 9%ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻകം എത്രയാണോ അതിനേക്കാളും ഒരു 25% ലോണിലേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതൊരു
നഷ്ടമായിട്ട് സംഭവിക്കും. നമ്മളെടുക്കുന്ന പണിയെടുക്കുന്ന പൈസ മൊത്തം ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് തീരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ലോണിനോട് പറയുമ്പോൾ തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് കുറി. ഒത്തിരി കുറിയിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും. കുറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് വിളിച്ചെടുക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് കുറി വിളിച്ചെടുത്തു അന്ന് അത് ലോണായി. അപ്പോൾ ഇവൻ അതിനും ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ പലിശ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ എടുത്ത എത്രയാണോ അതിനേക്കാളും കുറവിനായിരിക്കും വിളിച്ചെടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി അതിലും ഒരു ആ കുറവ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിനാണത്. അപ്പോൾ അതും നഷ്ടമാണ്. ഇനി അതല്ല വട്ടത്തിന് വരെ നമ്മൾ അടയ്ക്കണം, അല്ലെങ്കിൽ മെച്യൂരിറ്റി വരെ അടയ്ക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡിനേക്കാളും താഴെ ഒരു റിട്ടേൺ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇനി ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും എഫ് ഡിനേക്കാളും കുറച്ചുകൂടി റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്. പിന്നെ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ അതൊരു ട്രേഡിങ്ങിലേക്ക് മാറും. അപ്പോൾ ട്രേഡിങ് ഏതാണ് ഇൻവെസ്റ്റിംഗ് ഏതാണെന്ന് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് അധികം പൈസ കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ആപ്പിലൊക്കെ ഇങ്ങനെ റിട്ടേണും കാര്യങ്ങളൊക്കെ കാണുന്നതിനുള്ളിൽ എപ്പോഴാണോ കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരും. ഒത്തിരി കൺഫ്യൂഷനായിട്ട് പോർട്ട്ഫോളിയോ എന്താണ് എവിടെയാണെന്ന് മനസ്സിലാകാത്തൊരു സിറ്റുവേഷനിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡ് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ മാത്രം അതിനുവേണ്ടി ട്രേഡ് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് ഒരു കാര്യം. ഇനി അടുത്ത അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നത് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു പൈസ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആരെങ്കിലും ഏൽപ്പിക്കും. എന്നിട്ട് അവർ നമുക്ക് ട്രേഡ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് ട്രേഡ് ചെയ്യാനൊക്കെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന് പകരം പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റോ എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പറ്റും. അവരൊന്നും ട്രേഡിങ്ങിലേക്കല്ല നീക്കുന്നത്, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ലോക്കലി ആളുകൾക്കൊക്കെ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും അതിൽ നിന്ന് ഇനീഷ്യൽ ടൈമിലൊക്കെ കുറേ റിട്ടേണൊക്കെ കിട്ടുന്നുണ്ടാവും. അത് കണ്ടിട്ട് നമ്മൾ അധികം പൈസയും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ സമയത്താണ് പലപ്പോഴും ഒരു സ്കാമാണെന്നും പോൺസി സ്കീമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പൈസ മൊത്തം നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോൺസി സ്കീമൊക്കെ പൊട്ടിപ്പോകുമ്പോൾ അതിൽ നല്ലൊരു പൈസ നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രൊഫഷണൽസിൽ നിന്നൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ചിന്തപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം വെച്ചാൽ പലപ്പോഴും ഒരു കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവില്ല. ഇൻകം നന്നായിട്ട് വരുന്നുണ്ട്, ചിലവുകളും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ അടുത്ത് പോയിട്ട് എത്രയാണ് എക്സ്പെൻസ്, എത്രയാണ് ഇൻകം, എത്രയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ലൈഫിലെ ഗോളുകളുള്ളത്, എന്നൊക്കെ ഒരു റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിന് അലൈൻ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലപ്പോഴും ഡോക്ടേഴ്സിന് സമയം കിട്ടാറില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ ഓവറായിട്ടുള്ള എഫ് ഡി, ഓവറായിട്ടുള്ള ലോണുകൾ, ഓവറായിട്ടുള്ള ഇൻഷുറൻസുകൾ, അതേമാതിരി ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഒരു മലയാളി കമ്മ്യൂണിറ്റികളിൽ ഏറ്റവും അനുഗ്രഹിച്ചിട്ടുള്ള ഇൻകം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു കാറ്റഗറിയാണ് ഡോക്ടർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ് ശരിക്കും മുതലെടുക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ട, നമുക്ക് ഇൻഡിവിജ്വൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട രീതിയിൽ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല രീതിയിൽ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക. എൻ്റെ ടീം എന്താണ് നിങ്ങൾക്കുള്ള സംശയം എന്നുള്ളത് തീർക്കാനായിട്ട് റെഡിയായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.